നമസ്കാരം. കാർസിക് ടൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഫോർഡ് ഫിയസ്റ്റ ഡീസൽ 1.4 ലിറ്ററാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ്, അതിൻ്റെ സർവീസ്, മൈലേജ്, കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ്, പാർട്സ് അവൈലബിലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അതായത് ഇപ്പോൾ ഒരു ഫോർഡ് ഫിയസ്റ്റ ഡീസൽ സെക്കൻഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉപകാരപ്പെടുമെന്ന രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഫോർഡ് ഇന്ത്യയിൽ ഫിയസ്റ്റ ലോഞ്ച് ചെയ്യുന്നത് 2005 ഒക്ടോബറിലാണ്. ഫോർഡിന് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് മാർക്കറ്റിൽ വേരൂന്നി നിർത്തിയൊരു വണ്ടിയായിരുന്നു ഫോർഡ് ഫിയസ്റ്റ. എന്തുകൊണ്ട്? കാരണം ഫോർഡിന് ഇന്ത്യയിലെ തുർപ്പിച്ചിട്ടായിരുന്നു ഫോർഡ് ഫിയസ്റ്റ. ഏകദേശം 2005 ലോഞ്ച് ചെയ്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏകദേശം 3000-ഓളം ബുക്കിംഗ് വണ്ടിക്ക് കയറി. അതിനകത്ത് 68% ഡീസലായിരുന്നു, 32% പെട്രോളും. പവർ ആഗ്രഹിക്കുന്നവർക്ക് പെട്രോളും, മൈലേജ് ആഗ്രഹിക്കുന്നവർക്ക് ഡീസലും. അങ്ങനെ 2 ചോയ്സാണ് ഫോർഡ് ഇന്ത്യൻ വാഹന പ്രേമികളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത്. അതിൽ 68% ആൾക്കാർ ചൂസ് ചെയ്തത് ഡീസലാണ്, 32% പെട്രോളും. ഡീസലിനുള്ള സവിശേഷത മൈലേജ് തന്നെയായിരുന്നു. 31.2 മൈലേജ്, കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നേടി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച വണ്ടിയാണ് ഫോർഡ് ഫിയസ്റ്റ ഡീസൽ. ഇന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഫോർഡ് ഫിയസ്റ്റ ഡീസലാണ്, 2008 മോഡലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ചുറ്റും പുറമൊക്കെ ഒന്ന് കണ്ട്, ഇൻറ്റീരിയറൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ. ഫേസ് ലിഫ്റ്റാണിത്. ഫേസ് ലിഫ്റ്റ് വെർഷനിൽ ആദ്യം വ്യത്യാസം വന്നത് ഹെഡ് ലാമ്പുകൾക്കാണ്, പഴയ വണ്ടീനെ അപേക്ഷിച്ച്. പിന്നെ ഈ ഫോഗ് ലാമ്പ് വരുന്ന ബസ്സിലും ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കാര്യമായ മാറ്റങ്ങളൊന്നും ഫോർഡ് ഫിയസ്റ്റയിൽ വരുത്തിയിട്ടില്ല. ഒരു ഹണിക്കോം സ്ട്രക്ചറിലുള്ള ഗ്രില്ലാണ്, ഫോർഡ് ലോഗോ. ടയർ സൈസ് വരുന്ന 185, 65, 614 സൈസ് കുറച്ച് കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ വണ്ടിയുടെ നല്ല മൈലേജിന് ഈ ടയർ നൽകുന്ന പങ്ക് ചെറുതല്ല. പലരും 15 ഇഞ്ചിലേക്കും 16 ഇഞ്ചിലേക്കും അലോയ്സ് ഇട്ട് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. പക്ഷേ വണ്ടിയുടെ മൈലേജിനെയും അത് ബാധിക്കാറുണ്ട്. ഇതിപ്പോൾ സ്റ്റോക്ക് ടയർ തന്നെയാണ്. സ്റ്റോക്ക് ടയർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സൈസ്. അപ്പോൾ ആ സ്റ്റോക്ക് സൈസിൽ തന്നെ ഇടണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ലവർ ആയതുകൊണ്ട് തന്നെ. അതിൻ്റെ ഒരു ഗുണം വണ്ടിക്കുണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ. വീൽ കപ്പ് വരുന്നത് ഫോർഡിൻ്റെ ഒറിജിനൽ വീൽ കപ്പ് തന്നെയാണ്, സ്റ്റോക്ക് വീൽ കപ്പ്. അലോയ്സിലേക്ക് മാറണം എന്നുണ്ടെങ്കിലും ആ സ്റ്റോക്ക് ലുക്ക് കളയാൻ മടിയായതുകൊണ്ട് ഞാനത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഇത് വേരിയൻ്റ് വരുന്നത് EXI വേരിയൻ്റാണ്. EXI ഏറ്റവും ബേസ് വേരിയൻ്റാണ്. അത് കഴിഞ്ഞ് വരുന്ന വേരിയൻ്റാണ് ZXi. ZXiയിൽ ABS ഉണ്ടാവും, EBD ഉണ്ടാവും. പിന്നെ വരുന്നത് ഏറ്റവും ഫുൾ എൻഡ് വെർഷൻ, അതായത് ടോപ്പ് മോഡൽ എന്ന് പറയുമ്പോൾ SXi ആണ്. അതിൽ 15 ഇഞ്ച് അലോയ് വീൽസ്, സ്പോയിലർ, പിന്നെ ഫോർഡിൻ്റെ തന്നെ ഇൻ്റഗ്രേറ്റഡ് മ്യൂസിക് സിസ്റ്റം, ABS, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്.
കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കെൻവുഡിൻ്റെ CD പ്ലെയറാണ്, USB ഉണ്ട്, ബ്ലൂടൂത്ത് ഇല്ല. ഇതും ഈ പറഞ്ഞതുപോലെ ആക്സസറി ആയിട്ട് ഫോർഡ് കൊടുത്തിരുന്ന സാധനമാണ്. അതായത് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ബേസ് വേരിയൻറ്റിന് അവർ കൊടുത്തിരുന്ന സാധനമാണ്. ഇതും കളയാൻ താല്പര്യമല്ല, കാരണം ആ വണ്ടി എടുത്തപ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ആക്സസറി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. AC വെൻ്റ് വരുന്ന സ്റ്റൈലിഷ് AC വെൻ്റാണ്. നമുക്കൊരു സിൽവർ കളർ റൗണ്ട് വരുന്നുണ്ട്. സിമ്പിളാണ്, സിമ്പിൾ ഡിസൈനാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഇതൊക്കെ മാനുവലാണ്. AC ഇതെല്ലാം മാനുവലാണ്, ഓട്ടോമാറ്റിക് വരുന്നില്ല. ഓട്ടോമാറ്റിക് വന്നിരുന്നത് ഫോർഡ് ഫിയസ്റ്റ ഗ്ലോബലിനാണ്. ഡാഷ്ബോർഡ് അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്. ഗിയർ ലിവർ, ഹാൻഡ് ബ്രേക്ക്, പിന്നെ സ്റ്റിയറിംഗ് വീല്. ഇതൊരു ഹണികോംബ് ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. ഇതിപ്പോൾ കിലോമീറ്ററാണ്, വണ്ടി ഓടി കിലോമീറ്ററാണ്. ആ റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നത് ഇമ്മൊബൈലൈസർ വർക്കിംഗ് എന്നുള്ള ഇതാണ്. ഇത് ബേസ് വേരിയൻറ്റിനും എൻജിൻ ഇമ്മൊബൈലൈസർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഗ്നിഷൻ ഓണാക്കി ഡിസ്റ്റൻസ് ടു എംറ്റി 207 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഏറെക്കുറെ ആക്യുറേറ്റാണത്. ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഡാഷ്ബോർഡും ഈ മീറ്റർ കൺസോളും എല്ലാം. ഫോർഡ് ഫിയസ്റ്റയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡും ഈ ഒരു ഇതെല്ലാം. പാർക്ക് ഓണാക്കി കഴിയുമ്പോൾ ആ ലൈറ്റ്, പച്ച ലൈറ്റ് കത്തുന്നത്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത് ഇതാണ്. ഇത് പാർക്ക്, ഇത് ഫോഗ് ലാമ്പ്, ഒന്നുകൂടെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ റിയർ ഫോഗ് ലാമ്പ്. ഇത് ഹെഡ്ലൈറ്റ്. ഇത് നമുക്ക് പൊസിഷൻ, ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച്. ഇത് പവർ വിൻഡോ സ്വിച്ച്. ഇത് ഡിക്കി നമുക്ക് അകത്തുനിന്ന് തുറക്കാവുന്ന സ്വിച്ച്. ഇത് വൈപ്പർ. ഇത് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. അതുപോലെ ഫ്യൂൽ ലിഡ് തുറക്കുന്നത് ഇവിടെയാണ്. ഇത് ഫോർഡിൻ്റെ മാറ്റാണ്, ഫോർഡിൻ്റെ ഒറിജിനൽ മാറ്റാണ്. അവർ ആ ടൈമിൽ ആക്സസറി ആയിട്ട് കൊടുത്തിരുന്നതാണ്. ഇതൊന്നും കളഞ്ഞിട്ടില്ല, ഇതൊക്കെ കീപ്പ് ചെയ്യണം എന്നാണ് ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. ഇത് മിററല്ല, നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ടോപ്പ് എൻഡ് വരുമ്പോൾ അതെല്ലാം ഇലക്ട്രിക്കലി കൺട്രോളായിരിക്കും. ABS CBD കാര്യങ്ങളൊന്നും വരുന്നില്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ ഡമ്മി സ്വിച്ചസ് ആണ് ഇതെല്ലാം. ഏകദേശം ഇൻറ്റീരിയർ എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലായല്ലോ, ലൈറ്റ് വരുന്നത്. പിന്നെ റീഡിംഗ് ലാമ്പ് ഒന്നും വരുന്നില്ല. റീഡിംഗ് ലാമ്പ് എല്ലാം ടോപ്പിൻ്റെ മോഡലിന് അതാ ഈ സൈഡിലായിട്ട് വരും. സീറ്റ് ബെൽറ്റ് അത്യാവശ്യം സിമ്പിൾ എന്നാൽ ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഉണ്ട്. അതാണ് ഫോർഡ് ഫിയസ്റ്റയുടെ ഇൻറ്റീരിയർ. അത് ഈ വേരിയൻറ്റിൻ്റെ അത്യാവശ്യം സ്പേസ് ഉള്ള സെഡാൻ തന്നെയാണ് ഫോർഡ് ഫിയസ്റ്റ. ഇപ്പോൾ ഹൈറ്റ് കൂടിയവർക്കും ഹൈറ്റ് കുറഞ്ഞവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിലാണ് അവർ ഇതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം വെച്ചിരിക്കുന്നത്. കാരണം അത് ഒത്തിരി ഫ്രണ്ടിലേക്ക് സീറ്റ് പോകും ഇതിൻ്റെ. അപ്പോൾ ഇച്ചിരി ഷോർട്ടായവർക്കും യൂസ് ചെയ്യാം കുഴപ്പങ്ങളില്ലാതെ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. റിയറിലേക്ക് വന്നാലും നല്ല സ്പേസ് ഉണ്ട്. വണ്ടി ചെറുതാണെന്ന് തോന്നുമെങ്കിലും നല്ല സ്പേസുള്ള വണ്ടി തന്നെയാണ് ഫോർഡ് ഫിയസ്റ്റ. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ വ്യൂ ആണ്, റോഡ് വ്യൂ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അത്രയും വലിപ്പമേറിയതാണ്. നമുക്ക് നല്ല രീതിയിൽ റോഡ് വ്യൂ കിട്ടും. അപ്പോൾ ഫ്രണ്ട് മാത്രമല്ല സൈഡിലേക്ക് നല്ല രീതിയിൽ നമുക്ക് വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഡ്രൈവിങ്ങിന് ഒരുപാട് സഹായിക്കും. പിന്നെ സ്റ്റിയറിങ് ടിൽറ്റബിളാണ്, ഹെവിയാണ് കുറച്ചും കൂടെ. എന്താ പറയുക, ഇതിൻ്റെ സ്റ്റിയറിങ്ങും ഗിയറും ക്ലച്ചും പുതിയതാണെങ്കിലും പോലും അത്യാവശ്യം ചെറിയ രീതിയിൽ ടൈറ്റ് ഉണ്ടാകും. ആ ടൈറ്റ്നെസ് ഈ വണ്ടി ഓടിക്കാൻ, ആ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. നല്ല സ്പീഡിൽ പോയാലും ഒരു സ്റ്റെബിലിറ്റി ഫീൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെ പോയാലും ഈ ഫിയസ്റ്റ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ഡ്രൈവേഴ്സ് കാറാണ്. നിങ്ങൾ ഏത് ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിനോടും ചോദിച്ചു നോക്കൂ, അവർ ഫോർഡ് ഫിയസ്റ്റ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സെഡാൻ ഫോർഡ് ഫിയസ്റ്റ തന്നെയായിരിക്കും ഡ്രൈവിങ്ങിൽ.
അത്രയും പക്കയാണ് വണ്ടി, അത്രയും സ്റ്റേബിളാണ്, അത്രയും സുഖമാണ്, അത്രയും ഡ്രൈവിംഗ് ഫീല് തരുന്നൊരു വണ്ടിയാണ് ഫോർഡ് ഫിയസ്റ്റ. അപ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ച് ഏകദേശം ധാരണയൊക്കെ കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂം ഒന്ന് കാണാം. ബോണറ്റ് തുറക്കാം. ഇതാ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ബോണറ്റ്. സാധാരണ വണ്ടികളിൽ നമ്മൾ ഈ ബോണറ്റ് തുറക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ലിവർ നമ്മൾ സൈഡിലേക്ക് മാറ്റിയാണ്. പക്ഷേ ഫിയസ്റ്റയ്ക്ക് വരുമ്പോൾ അതിതാ ഈ ലിവർ ഇങ്ങനെ വലിച്ചിട്ടാണ് ഇത് ബോണറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഈ ലിവർ വലിച്ചിട്ട് ബോണറ്റ് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ റൂം വരുന്നത്. എൻജിൻ കമ്പോണൻസ് ട്യൂറ ടോർക്ക് TDC എൻജിൻ 1.4, മൈലേജുകളുടെ രാജാവാണ്. അതുപോലെ തന്നെ റിലയബിലിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും റിലയബിളാണ് വണ്ടി. ടർബോയാണ്. പവർ സ്റ്റിയറിംഗ്, ബ്രേക്ക് മോഡ്, ക്ലച്ച്. അപ്പോൾ വണ്ടിയുടെ ഔട്ട് സൈഡ് കണ്ടു, ഇൻറ്റീരിയർ കണ്ടു, എൻജിൻ കമ്പോണൻസ് കണ്ടു. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ 1.4 ലിറ്റർ ഡീസൽ എൻജിൻ തരുന്ന പവർ എന്ന് പറഞ്ഞാൽ 68 BHP ആണ്. ഈ 68 BHP ടർബോയാണ്. നമുക്ക് ഈ എന്തൂസിയാസ്റ്റിനൊക്കെ കുറച്ച് അണ്ടർ പവേർഡ് ആയിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നമുക്ക് കൊണ്ടുവന്ന് നടക്കാൻ ആ ഒരു പവർ മതി. വലിയ പവറൊന്നും ആഗ്രഹിക്കാതെ എക്കണോമിക്കൽ ഡ്രൈവാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഫോർഡ് ഫിയസ്റ്റ ഡീസൽ. പിന്നെ ഇതിൻ്റെ മെയിൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ ഒന്ന് ഇതിൻ്റെ ഡ്രൈവ് ഫീലാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ സ്റ്റിയറിങ്ങിൻ്റെ ആ ചെറിയ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇലക്ട്രോണിക് അല്ല, ഹൈഡ്രോളിക് ആണ്. അപ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. അതുപോലെ ഗിയർ ലീവറും കുറച്ച് ടൈറ്റ് ഉണ്ട്, ക്ലച്ചും കുറച്ചൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഓൾഡ് സ്കൂൾ ഒരു ടൈപ്പ് സാധനമാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഹൈവേയിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ആ ബോഡി വെയ്റ്റും വണ്ടിയുടെ ബോഡി വെയ്റ്റും ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ സ്റ്റിഫ്നെസ് എല്ലാം കൂടി നമുക്ക് ഭയങ്കര കോൺഫിഡൻസും സ്റ്റെബിലിറ്റിയും നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗുണം. പിന്നെ വരുന്നത് വണ്ടിയുടെ മൈലേജാണ്. എങ്ങനെ പോയാലും എനിക്ക് 20 മൈലേജ്, 20 ഹൈവേ ആണെങ്കിൽ എബോവ് 22-23 മൈലേജ്, 22-23 മൈലേജ് എങ്ങനെ പോയാലും ഹൈവേ റൈഡിൽ വണ്ടിക്ക് കിട്ടും. ലോക്കൽ 18 താഴെ പോകത്തില്ല, അത് ഗ്യാരണ്ടിയാണ് ഈ വണ്ടിക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ടയർ സൈസ് 14 ഇഞ്ച് സ്റ്റോക്ക് ടയർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതും മൈലേജ് അത്രയും കിട്ടാനായിട്ടൊരു കാരണമാണ്. അപ്പ് സൈസ് ചെയ്യുന്നവർക്ക് മൈലേജ് കുറയും. പിന്നെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോർഡ് ഫിയസ്റ്റ എടുത്ത ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് അല്ലേന്ന്. അതിനെക്കുറിച്ച് പലർക്കും പല ധാരണകളുമുണ്ട്, പല തെറ്റിദ്ധാരണകളുമുണ്ട്. പുതിയ വണ്ടികൾക്ക്, അതായത് പഴയ വണ്ടികൾക്കാണ് ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ഉള്ളത്, പുതിയ വണ്ടികൾക്ക് ഇല്ല എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2007 മുതൽ 2010 വരെ ഇറങ്ങിയ ഫിയസ്റ്റയ്ക്കാണ് ഏറ്റവും ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് കുറവുള്ളത്. ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് കുറവെന്നല്ല, വരാൻ ചാൻസ് ഒട്ടും തീരെ ഇല്ലാത്ത വണ്ടികളാണ് ആ ഫിയസ്റ്റ. കാരണം Euro 3 വരെ വണ്ടിയിൽ വന്നിരുന്ന ഇഞ്ചക്ടർ സീമെൻസിൻ്റെയാണ്. സീമെൻസ് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ അതുപോലെ കംപ്ലൈൻറ്റുകളും കുറവായിരുന്നു. 2010 Euro 3ക്ക് ശേഷം പിന്നെ BS4 എമിഷൻ വന്നപ്പോൾ സീമെൻസിൻ്റെ ഇഞ്ചക്ടർ ഫോർഡ് മാറ്റുകയും പിന്നെ വന്നത് കോണ്ടിനെൻ്റലിൻ്റെ ഇഞ്ചക്ടറാണ്. കോണ്ടിനെൻ്റലിൻ്റെ ഇഞ്ചക്ടർ വില കുറവാണ് സീമെൻസിനെ അപേക്ഷിച്ച്. ഏകദേശം 12 രൂപ, 13,000 രൂപ ആ ഒരു റേഞ്ചിലാണ്. പക്ഷേ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കോണ്ടിനെൻ്റലിന് നോക്കിംഗ് സൗണ്ടും കൂടുതലാണ്. അപ്പോൾ 2010 ശേഷം വന്ന വണ്ടികൾക്ക് കോണ്ടിനെൻ്റൽ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇഞ്ചക്ടർ ഫെയിലിയർ വന്നിരുന്നത് ആ ഒരു ബാച്ചിനായിരുന്നു. Euro 3 വേർഷൻ ഫിയസ്റ്റയാണ്. ഫിയസ്റ്റ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് ബാച്ച്, കംപ്ലൈൻറ്റ് കുറവും അതേപോലെ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ളൊരു ബാച്ച് ഫിയസ്റ്റ അതാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു സെഗ്മെൻറ്റ് വണ്ടികൾ, അതായത് ആ ഒരു പീരീഡിൽ ഇറങ്ങിയ വണ്ടികൾ
സിംഗിൾ ഓണർ അതായത് അവരുടെ കയ്യിലുണ്ടെങ്കിൽ മിക്കവരും അത് കൊടുക്കില്ല. അത്രയും നല്ല വണ്ടികളാണ്. പിന്നെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഈ ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റി ചാത്തൻ സാധനം ഇട്ടിട്ട് വണ്ടി കൊള്ളില്ല, വണ്ടി കംപ്ലൈൻ്റ് ആണ്, ഫോർഡ് അങ്ങനെയാണ്, മാടിയാണ്, കോടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റുവാണെങ്കിൽ ഷോറൂം സർവീസ് തന്നെ ചെയ്യുക. സർവീസിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വണ്ടിയുടെ ഓണർ എന്ന നിലയിൽ പല വണ്ടികളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മിത്സുബിഷി മുതൽ മാരുതി, ടാറ്റ, സ്കോഡ എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും പക്കയായിട്ട് എനിക്ക് സർവീസ് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള, അത് കസ്റ്റമർ ഡീലിംഗ് ആയാലും അവരുടെ ഫോളോ അപ്പ് ആയാലും വണ്ടിക്ക് ചെയ്യുന്ന പണിയായാലും പണിക്ക് അവർ പറയുന്ന ഡീറ്റെയിൽ ആയാലും എല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തന്നിട്ടുള്ളൊരു കമ്പനി ഫോർഡ് തന്നെയാണ്. കാരണം ആ സർവീസ് ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് പോലും അവരാ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നുള്ള അതിന് ശേഷമാണ് വേണമെങ്കിൽ ഒന്നുകൂടെ മെച്ചപ്പെട്ടതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്രയും പക്കയാണ് അവരുടെ സർവീസ്. ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യുന്നതും വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും പിന്നെ എന്ത് കാര്യമാണെങ്കിലും വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമാണെങ്കിലും അവർ ആ ഡീൽ ചെയ്യുന്ന രീതിയും അവരുടെ പ്രോസസ്സും എല്ലാം പക്കയാണ്. അതുകൊണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഫോർഡിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. പിന്നെ പാർട്സ് അവൈലബിലിറ്റിയാണ്. പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ മേജർ സർവീസ് എല്ലാം ചെയ്തു. ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ്, ക്ലച്ച് റീപ്ലേസ്മെൻറ്റ്, പിന്നെ ഓയിൽ സീൽ അവിടെ ഇവിടെയൊക്കെ ലീക്ക് ഉണ്ടാകുന്നു, ബ്രേക്ക്, റോട്ടർ എല്ലാം മാറി ഏകദേശം ഒരു 50,000-ഓളം രൂപയുടെ ഒരു പണി ഞാൻ ചെയ്തു വണ്ടിയിൽ. പക്ഷേ ആ പണി ചെയ്തതിന് ശേഷം വണ്ടി വീണ്ടും ഒരു പുതിയ വണ്ടിയുടെ ഫീലായി. അതായത് എന്താ പറയുക, നമുക്ക് വേറൊരു വണ്ടിയിലേക്ക് ശ്രദ്ധിക്കാനോ വേറൊരു വണ്ടി മേടിക്കണമെന്ന് ആഗ്രഹിക്കാനോ തോന്നാത്ത രീതിയിൽ ഈ വണ്ടി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അതത്രയും ഫോർഡിൻ്റെ സർവീസും അവരുടെ ക്വാളിറ്റിയും സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ഈ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടറിൻ്റെ ഫോൾട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ ഫോൾട്ടോ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഫ്യൂവലിൻ്റെ പ്രശ്നം കൊണ്ട് വന്നിരുന്ന ഒരു പ്രശ്നമാണ് അത്. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെൻ്റലിനാണ് അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നിരുന്നത്. കാരണം എമിഷൻ നോംസിൻ്റെ ഭാഗമായിട്ട് ഇവർ സീമെൻസ് മാറ്റുകയും കോണ്ടിനെൻ്റൽ വെക്കുകയും ചെയ്തു. പക്ഷേ കോണ്ടിനെൻ്റൽ ഇഞ്ചക്ടർ വന്നു കഴിഞ്ഞതിന് ശേഷം ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് കുറച്ച് കൂടുതലായി വണ്ടിക്ക്. ആ ഒരു ഫോൾട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിയസ്റ്റയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് എക്സ്പീരിയൻസ് എൻ്റെ ഒരു ഇതിൽ വണ്ടിക്ക് ഇതുവരെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. കാരണം എനിക്ക് ഏകദേശം 6-7 വർഷമായിട്ട് അറിയാവുന്ന വണ്ടിയായിരുന്നു. ആ വണ്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതാണ് ഈ വണ്ടി. അപ്പോൾ അന്ന് ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തമാവുന്നതിന് മുന്നേ ഞാൻ ഈ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തൊരു വണ്ടിയായിരുന്നു. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ വണ്ടി പക്കയായിട്ട് കമ്പനി സർവീസ് ആയിരിക്കണം, ഫോർഡിൻ്റെ സർവീസ് തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം ജെന്യുവൻ സ്പെയർ തന്നെ. പിന്നെ അവരുടെ സർവീസും കൊണ്ടായപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഒരു 2008 വണ്ടി റീടെസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 16 വർഷമായി. ഈ 16 വർഷമായിട്ടും ഒരു പുതിയ വണ്ടിയുടെ ഫീലാണ് വണ്ടിക്ക്. അത് ഇത്ര പണി ചെയ്തതിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, കാരണം ആ ഫോർഡിൻ്റെ ആ ഒരു സർവീസിൻ്റെ ഒരു ഇതായിരിക്കാം. പിന്നെ വണ്ടിയും പക്ക റിലയബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് എവിടെയും ധൈര്യമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കോയമ്പത്തൂരായാലും ഇപ്പോൾ ഈ മറ്റേ മൂന്നാറായാലും പത്തനംതിട്ടയായാലും ഏത് സൈഡിലേക്കായാലും ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിന് എനിക്ക് യാതൊരുവിധ പേടിയോ ധൈര്യക്കുറവോ ഒന്നുമില്ല. കാരണം അത്ര പക്കയായിട്ടാണ് വണ്ടി. ഞാൻ ഫുൾ ചെക്കപ്പ് ചെയ്യും. ബോണറ്റ് തുറന്നായാലും കൂളൻ്റ് ലെവൽ നോക്കും, ലീക്കുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കും. വേറെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ ഞാൻ ഫോർഡിൽ കൊണ്ടുവന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യും. അപ്പോൾ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വിലക്കുറവാണെന്നും പറഞ്ഞ് സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി ചാടിക്കയറി എടുത്തു. എന്നിട്ട് നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ചുകൊണ്ട് നടന്നു. എന്തെങ്കിലും ഒച്ച കിട്ടുക, ഓടുന്നിടത്തോളം ഓടിക്കോട്ടെ എന്ന് വെച്ച് ഓടിച്ചു. അതിൻ്റെ ഫലമായിട്ട് പല കംപ്ലൈൻറ്റുകളും അതിനെ പിടിച്ച് വന്നു തുടങ്ങും. അന്നേരം വണ്ടി കൊള്ളില്ല, ഫോർഡ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നമ്മുടെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ പക്കയായിട്ട് പീരിയോഡിക്കലി സർവീസ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫോർഡിൽ തന്നെ കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്യുക. കാരണം മലയാളം ഫോർഡുണ്ട്, കൈരളി ഫോർഡുണ്ട് ഒക്കെ. എനിക്ക് തോന്നുന്നത് ഇവർക്ക് എല്ലായിടത്തും നെറ്റ്വർക്കുണ്ട് അത്യാവശ്യം. പിന്നെ ഈ എത്രയും പഴയ വണ്ടി ആയാൽ പോലും ഫോർഡ് റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് ഫ്രീ അല്ല, 1400 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമ്മൾ ഇന്ത്യയിൽ എവിടെ വഴിയിൽ പെട്ട് കിടന്നാലും, അത് നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ ബാറ്ററി തീർന്നു കിടന്നാലും വണ്ടിയുടെ അവർ വരും, റെഡിയാക്കി തരും.
ഫ്രീ ആയിട്ട്, അന്നേരം ചിലവില്ല. പിന്നെ അവരുടെ അതിപ്പോൾ വഴിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നോ കിടക്കുകയാണെങ്കിൽ പോലും അവരുടെ സർവീസ് സെൻറ്ററിലേക്കുള്ള ടോയിങ് എല്ലാം ഫ്രീ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഫോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഫോർഡിൻ്റെ സർവീസിനെ കുറിച്ച് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അതേപോലെ ഈ സെക്കൻഡ് ഹാൻഡ് ഒരു ഫോർഡ് ഫിയസ്റ്റ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങൾക്ക് പേഴ്സണലി അറിയാമെങ്കിൽ മാത്രം അത്രയും ഇൻട്രസ്റ്റ് എടുക്കുക. ഇപ്പം മിക്കവാറും കച്ചവടക്കാരുടെയിലും ഒക്കെ കിടക്കുന്ന വണ്ടികളായിരിക്കും. അപ്പോൾ അത് കണ്ടീഷൻ വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഹിസ്റ്ററി എടുക്കാൻ നോക്കുക, വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എടുക്കുക. സർവീസ് ഹിസ്റ്ററി എടുത്തിട്ട് നോക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്, ലാസ്റ്റ് സർവീസ് എപ്പോഴാണ് ഫോർഡ് ചെയ്തേക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് മുന്നേ വണ്ടി യൂസ് ചെയ്ത ആൾ എങ്ങനെ യൂസ് ചെയ്തോ എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളെടുക്കുമ്പോൾ ഉള്ള വണ്ടിയുടെ അവസ്ഥ. നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന പണികളും അതിനെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് വണ്ടി പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരാളുടെ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ മാത്രം ഫിയസ്റ്റയൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ പണി വരും. കാരണം സ്പെയർ തീരെ വിലക്കുറവൊന്നുമല്ല, സ്പെയറിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ എന്നാൽ സാധനങ്ങൾ മാറ്റിയിട്ട് ഒറിജിനലൊക്കെയാണ് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണെങ്കിൽ റിലയബിൾ ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പറഞ്ഞത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്ന ആൾ എങ്ങനെ ഉപയോഗിച്ചിരുന്നു ആ ഒരു ഇതിലായിരിക്കും വണ്ടി. സോ അത് മനസ്സിലാക്കി എടുക്കുക. ഫുള്ള് ഓടിച്ച് നോക്കുക. സസ്പെൻഷൻ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒച്ചയുണ്ടോ എന്ന് നോക്കുക. ഇഞ്ചക്ടറിൻ്റെ അവസ്ഥ നോക്കുക. പറ്റുകയാണെങ്കിൽ ഫോർഡിൽ കൊണ്ടുവന്ന് ഫുള്ളൊന്ന് ചെക്കപ്പ് ചെയ്യുക, എന്നിട്ട് എടുക്കുക. കാരണം നിങ്ങൾ കീപ്പ് ചെയ്യാനാണ്, നിങ്ങളുടെ ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാനായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. അത് ഫോർഡിൻ്റെ കുഴപ്പമല്ല, അത് ഫോർഡ് യൂസ് ചെയ്തവരുടെ കുഴപ്പമാണ്. ഫോർഡിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് പോയിട്ട് പോലും കസ്റ്റമേഴ്സിന് അത്രയും വാല്യൂ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫോർഡ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വണ്ടികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ മൈലേജ് പറയുകയാണെങ്കിൽ മൈലേജ് നല്ല മൈലേജ് എങ്ങനെയായാലും 20 എനിക്ക് കിട്ടും. ഈ യൂറോ 3 വരെ യൂറോ 3നേക്കാളും മൈലേജ് കൂടുതലാണ് പിന്നീട് വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കോണ്ടിനെൻ്റൽ ഇഞ്ചക്ടർ വെച്ച് വന്ന വണ്ടികൾക്ക് ഇതിനേക്കാളൊക്കെ മൈലേജ് കൂടുതലാണ്. പക്ഷേ ബോഡി വെയ്റ്റ് കുറവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. പക്ഷേ ഫോർഡിൽ തന്നെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞാണ് ബോഡി വെയ്റ്റ് കുറവായിരിക്കും, പിന്നെ നോക്കിംഗ് സൗണ്ടും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ പെട്രോൾ എടുക്കുകയാണെങ്കിൽ പെട്രോൾ പവർ ആഗ്രഹിക്കുന്നവർ മാത്രം ഉണ്ടെങ്കിൽ പെട്രോൾ എടുക്കുക. കാരണം പെട്രോൾ വരുന്നത് 1.6 ആണ്. 1.6ന് ഇൻഷുറൻസ് കൂടുതലാണ്. ഇതിന് തേർഡ് പാർട്ടി ഡീസൽ വണ്ടിക്ക് തേർഡ് പാർട്ടി വരുന്നത് ഏകദേശം 4000 രൂപ താഴെയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു വർഷം വരുന്നുള്ളൂ. അതും ഈ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടും കേട്ടോ. കാരണം നോർമലി ഒരു വണ്ടിക്ക് തേർഡ് പാർട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2000 cc ആണ്, ഏകദേശം 10,000 രൂപ വരും. ഇതാണെങ്കിൽ ഒരു 4000 രൂപയുടെ താഴെ നമുക്ക് വർഷം, നമ്മുടെ ബഡ്ജറ്റിനെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും ഇൻഷുറൻസിൻ്റെ കാര്യം മനസ്സിലിരിക്കുക. മൈലേജ്, പിന്നെ ഡ്രൈവിംഗ് ഫീല്, പിന്നെ അതേപോലെ തന്നെ എ സി എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ എ സി എന്ന് പറഞ്ഞാൽ അത്രയും കൂളിംഗ് ആണ്. കൂളിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂളിംഗ് തരുന്ന എ സി ആണ്. എന്തുകൊണ്ടോ ഈ യാത്ര പക്ക ഡ്രൈവേഴ്സ് കാറ്, അതുപോലെ യാത്രയ്ക്ക് അത്രയും പക്ക സുഖം തരുന്ന, സ്റ്റെബിലിറ്റി തരുന്ന, സേഫ് ഫീൽ തരുന്ന വണ്ടിയാണ്. അപ്പം മെയിനായിട്ട് വണ്ടി സെക്കൻഡ് നോക്കുന്നവർ ഇഞ്ചക്ടറിന് ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക, വണ്ടി ഓടിച്ച് സസ്പെൻഷൻ സൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക, ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ സ്റ്റിയറിംഗ് റാക്ക് ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. സ്റ്റിയറിംഗ് റാക്ക് കോസ്റ്റ് വരുമ്പോൾ ഏകദേശം 13,000 രൂപയോളം സ്റ്റിയറിംഗ് റാക്ക് വരും. ക്ലച്ച് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇതെല്ലാം നോക്കി നിങ്ങൾക്ക് ഇത് വണ്ടി ഏതെങ്കിലും ഒരു ഫോർഡിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അത്രേ ഞാൻ പറയാനുള്ളൂ. സ്റ്റിയറിങ്ങിന് അടുപ്പുണ്ടോയെന്ന് നിങ്ങൾ നോക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ പക്കയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പോലെ നിങ്ങൾക്കൊരു നല്ല വണ്ടി, അതൊരു ലൈഫ് ടൈം വണ്ടിയാണ്. നമ്മൾ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എത്ര കൊല്ലം എത്ര നാൾ വേണമെങ്കിലും അത്രയും നമ്മുടെ കയ്യിലുണ്ടാവും വണ്ടി, അത്രയായിട്ട് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. ബോഡി വെയ്റ്റ് ആയാലും ഭയങ്കര സ്ട്രോങ് ആണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുക്കളോട് പറയുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എനിക്കറിയാവുന്ന, എൻ്റെ മനസ്സിലുള്ളത്, എനിക്ക് മനസ്സിലായിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും ഞാൻ വണ്ടി അന്വേഷിക്കുന്നവരോട് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ് വീഡിയോയിലൂടെ. അപ്പോൾ ഏകദേശം എല്ലാം മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഞാൻ പോവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പറയുക. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് മൊത്തം തപ്പലാണ്, ഒന്നും ആ ടച്ചൊക്കെ ഒന്ന് വിട്ടുപോയി. അപ്പോൾ നിങ്ങളോർക്കും പണ്ട് ഭയങ്കര ടച്ചായിരുന്നല്ലോ, അങ്ങനെയല്ല, പക്ഷെ ഒരു സുഖമില്ല. പക്ഷെ എന്നാലും ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് പരമാവധി ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.